ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മുടെ വീട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ വേസ്റ്റുകൾ മുനിസിപ്പാലിറ്റി കളക്ട് ചെയ്യുന്നുണ്ട്. മുനിസിപ്പാലിറ്റി ട്രക്കുകൾ കളക്ട് ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മിസ് ചെയ്തിട്ടുള്ള ലാൻഡ് ഫില്ലിലാണ് ഡംപ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ലാൻഡ് ഫില്ല് ഡംപ് ചെയ്യുന്നതിന് മുമ്പ് ഇത് പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട് നമ്മൾക്ക് അൽക്കോറിൽ. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് ഖത്തറിലുള്ള ഏക ഒരു പ്രോസസ്സിങ് യൂണിറ്റാണ് എൻ്റെ പിറകിലുള്ള അൽക്കോർ വേസ്റ്റ് സോർട്ടിംഗ് സെൻറ്റർ. ഇവിടെയുള്ള പ്രധാനമായിട്ടും നമ്മുടെ മെറ്റീരിയൽസിനെ വേസ്റ്റുകളിൽ നിന്നും ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റീസൈക്കിളബിൾ മെറ്റീരിയൽസിനെ അഥവാ നമ്മുടെ പ്ലാസ്റ്റിക്കുകൾ, പേപ്പേഴ്സ് എന്നിവ സഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു ജർമ്മൻ ടെക്നോളജിയെ തൊംബ്ര സൊല്യൂഷൻ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് എൻ്റെ പിറകിലുള്ളത്. ഇനി നമുക്ക് ആ പ്ലാന്റിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് കിടക്കാം. ഇവിടെയാണ് ഇവിടെ ഡംപ് ചെയ്യുന്നത്. ഇതാണ് റിസപ്ഷൻ, നമ്മുടെ പ്ലാന്റിന്റെ റിസപ്ഷൻ ആണിത്. നമ്മുടെ ആ റിസപ്ഷനിൽ ഡംപ് ചെയ്ത വേസ്റ്റുകൾ നമ്മൾ ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഈ ബാഗ് ഓപ്പണറിലേക്കാണ് ഫീഡ് ചെയ്യുന്നത്. ഇതാണ് ബാഗ് ഓപ്പണർ മെഷീൻ. ഇതിൽ നമ്മുടെ കവറുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് നൈഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മെറ്റീരിയൽസിനൊക്കെ പുറത്തേക്ക് തള്ളും. ഈ താഴത്തെ ചെയിൻ കൺവെയറിലേക്കാണ് ഈ തള്ളുന്നത്. അപ്പോൾ ഈ ചെയിൻ കൺവെയർ വഴി ഈ മെറ്റീരിയൽസ് മൊത്തം നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകും, അഥവാ പ്രീ സോർട്ടിംഗ് ക്യാബിൻ. ഇതാണ് പ്രീ സോർട്ടിംഗ് ക്യാബിൻ. ഇവിടെ നിന്ന് ബ്ലാക്ക് കവറുകൾ റിമൂവ് ചെയ്യും. അതേപോലെ സ്റ്റോണ്, ബാറ്ററി, വുഡ്, അങ്ങനത്തെ വലിയ എല്ലാ ഐറ്റംസുകളും റിമൂവ് ചെയ്യും. പ്രീ സോർട്ടിങ്ങിൽ നിന്ന് വരുന്ന മെറ്റീരിയൽസ് നേരെ എത്തുക ഈ ട്രോമൽ സ്ക്രീനിലാണ്. ഈ ട്രോമൽ സ്ക്രീനിൽ 3 പെർഫറേഷൻസ് ആണുള്ളത്. 0 to 150, 150 to 350, എബോവ് 350. അത് ഇതിൻ്റെ ഉള്ളിൽ ഡ്രം, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹോൾസുകൾ ഉണ്ടാവും. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് 0 to 150 ഫസ്റ്റ് സ്റ്റേജിലും 150 to 350 നെക്സ്റ്റ് സ്റ്റേജിലും അതിൻ്റെ എബോവ് 350 നെക്സ്റ്റ് സ്റ്റേജിലേക്കും ആ താഴത്തെ ഹോളിലേക്ക് വരും. അപ്പോൾ ഓരോ കൺവെയറിലേക്ക് അതിനെ 3 പാർട്ടീഷനായിട്ട് തിരിച്ച് 3 കൺവെയറിൽ കൂടെയാണ് ഇത് പുറത്തേക്ക് പോവുക. ഇതാണ് മാഗ്നറ്റിക് സെപ്പറേറ്റർ. കൺവെയറിൽ ഉണ്ടാകുന്ന മെറ്റൽസിനെയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഇത് നെക്സ്റ്റ് നമ്മൾ താഴെ വെച്ച ബിന്നിലേക്ക് ഇത് ഡംപ് ചെയ്യുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് ആണ്. അപ്പോൾ കൺവെയർ കൂടെ പോകുമ്പോൾ ഈ മാഗ്നറ്റ് അബ്സോർബ് ചെയ്യുകയും താഴെയുള്ള ഈ ബിന്നിലേക്ക് ഇതിനെ ഡംപ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഫിംഗർ സ്ക്രീൻ. ഇതിൽ ഈ മെഷീൻ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 75 mm ഉള്ള ഓർഗാനിക് ഫുഡ് വേസ്റ്റ് ഒക്കെ താഴോട്ട് പോവുകയും ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ സ്ലൈഡ് ചെയ്തിട്ട് താഴത്തെ കൺവെയറിലേക്ക് എത്തുകയും ചെയ്യും. നമ്മൾ ഈ ഓർഗാനിക് വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ മെറ്റീരിയൽസ് നേരെ നെക്സ്റ്റ് ഒപ്റ്റിക്കൽ സോർട്ടേഴ്സിലേക്ക് പോകും. ഇതാണ് എഡ്ഡി കറണ്ട്. ഈ കൺവെയറിലൂടെ പോകുന്ന മെറ്റീരിയൽസ് ഒന്നും അലൂമിനിയസിനെ എഡ്ഡി കറണ്ട് ഉപയോഗിച്ചിട്ട് റിപ്പൽ ചെയ്തിട്ട് താഴെയുള്ള ബിന്നിലേക്ക് എത്തും. ഇതാണ് നമ്മൾ പറഞ്ഞ തൊംബ്ര സോർട്ടിംഗ് സൊല്യൂഷൻ. ഇവിടെയാണ് ലൈറ്റിന്റെ തീം വരുന്നത്. ഇതിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ അഥവാ ഇവിടെ പ്രോഗ്രാം ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് പ്ലാസ്റ്റിക്കുകളൊക്കെ ഇതിൽ നിന്നും എയർ വഴി സെപ്പറേറ്റ് ചെയ്ത് അഥവാ തൊംബ്ര ഡിറ്റക്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ഇജക്ട് ചെയ്ത് അഥവാ ആക്സെപ്റ്റ് ചെയ്ത കവറുകളാണ് ഇതൊക്കെ. ഇതാണ് ക്വാളിറ്റി ക്യാബിൻ. തൊംബ്ര ആക്സെപ്റ്റ് ചെയ്ത മെറ്റീരിയൽസ് നിന്നും ഇവിടെ ഇമ്പ്യൂരിറ്റീസിനൊക്കെ റിമൂവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഇത് LDPE, ഇതാണ് HDPE, ഇതാണ് നമ്മളെ പെറ്റ് ബോട്ടിൽസ്. ഇപ്പോൾ ഓൾറെഡി പുഷ് ചെയ്തു. ഇതാണ് നമ്മുടെ PP. ആ സൈഡിലാണ് നമുക്ക് പേപ്പേഴ്സ് കിട്ടുന്നത്. ആവശ്യമുള്ള മെറ്റീരിയൽ ഫുള്ളാകുമ്പോൾ നമ്മൾ ഈ കൺവെയറിലേക്ക് പുഷ് ചെയ്യും. ഇതിങ്ങനെ ഇതേപോലെ ചെയിൻ കൺവെയറിലൂടെ പോയിട്ട് ഇവിടെ നിന്നും വെയിൽ ചെയ്ത് പുറത്തേക്ക് പോകും. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ പ്ലാന്റിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്നൈഡർ PLC ഓട്ടോമേഷൻ വഴിയാണ്. ഇത് എന്റെ പിറകെ കാണുന്ന സ്കാഡയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ. അപ്പൊ നമ്മൾ ഈ സോർട്ട് ചെയ്യുന്നത് നമ്മളെ സോർട്ടിങ് തൊംബ്ര വഴി സോർട്ട് ചെയ്യുന്നത് ലൈറ്റ് ബീം ഉപയോഗിച്ചാണ്. ഇനി ഇതിന്റെ അഡ്വാൻസ്ഡ് വേർഷനായ AI ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്റലിജന്റ് സോർട്ടിങ് ചെയ്യാൻ പറ്റും. കളർ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ എഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നമ്മൾ IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉപയോഗിച്ച് നമ്മുടെ കൺവേയേഴ്സിന്റെ ലൈവായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് നമ്മൾ ഇതിന്റെ മുകളിലൊക്കെ ഷീറ്റ് ഉപയോഗിച്ചാണ് ഇതിന്റെ റൂഫ് ഉള്ളത്. അപ്പൊ അത് നമ്മൾ സോളാർ പാനൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് എനർജി കൺസർവ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം ബൈ.